ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവം നമ്മളെ സന്ദർശിക്കണം. കർത്താവ് നമ്മുടെ കൂടെ ഇറങ്ങി വരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 1-ാമത്തെ വചനം. ദൈവജനത്തിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, അവിടുന്ന് ആകാശം ചായിച്ച് ഇറങ്ങി വരണം, പർവ്വതങ്ങളെ സ്പർശിക്കണം. കർത്താവേ, നീ ആകാശം ചായിച്ചിങ് ഇറങ്ങി വരണം, പർവ്വതങ്ങളെ സ്പർശിക്കണമെന്ന് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ മുമ്പിൽ ആർത്ത് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം വായിക്കുമ്പോൾ ദൈവജനം എന്തിന് ഇങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവേ, നീ ആകാശം പിളർന്നിറങ്ങി വരണം, പർവ്വതങ്ങളെ സ്പർശിക്കണം, അത് വിറയ്ക്കട്ടെ എന്ന് ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ പർവ്വതങ്ങൾ വിറയ്ക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് നേട്ടമുണ്ട്? മാറ്റമില്ലാത്ത ഉറപ്പുള്ള പർവ്വതം ഒന്ന് വിറച്ചാൽ, ദൈവജനം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർക്കെന്ത് നേട്ടമുണ്ട്? പ്രിയപ്പെട്ടവരെ, ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. എന്നാൽ ദൈവജനം അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം അവർ കണ്ടിട്ടുണ്ട്, പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ചെങ്കടലിന്റെ നടുവിലുമൊക്കെ ദൈവം നിൽക്കുമ്പോൾ കണ്ണാലെ അടയാളങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം ദൈവം ഇറങ്ങി വരുന്നിടത്ത് അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവജനം പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ആകാശം ചായിച്ചിങ് ഇറങ്ങി വരണം, ഈ പർവ്വതങ്ങളെ സ്പർശിക്കണം, അവ വിറയ്ക്കും. അപ്പോൾ ഞാൻ തിരിച്ചറിയും നീ ഇവിടെ വന്നിട്ടുണ്ട്, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ദൈവജനം പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് 2-ാമത്തെ വചനത്തിൽ ഇപ്രകാരം നാം വായിക്കും: അഗ്നിയിൽ വിറകരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ജനതകൾ ഞെട്ടി വിറയ്ക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ദൈവജനം കർത്താവിന് മുമ്പിൽ കണ്ടീഷൻ വെക്കുകയാണ്. കർത്താവേ, അഗ്നിയിൽ വിറകരിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അഗ്നിയിൽ വെള്ളം തിളയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ അനുദിനം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സത്യം: അഗ്നിയിലെ വിറകരിയൂ, വെള്ളം അഗ്നിയിലെ തിളയ്ക്കൂ. എനിക്കതറിയാം. അതുപോലെ എൻ്റെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നീ ഇവിടെ ഇറങ്ങി വരണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ അനുഭവിക്കണം. പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിക്കാൻ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ഈ രാത്രിയിൽ ഉറക്കളച്ചിവിടെ ഇരിക്കുമ്പോൾ അവനോട് പറയണം: എൻ്റെ റിയാലിറ്റിയിലേക്ക്, എൻ്റെ റിയൽ ലൈഫിലേക്ക് അഗ്നിയിൽ വിറകരിയുന്നത് പോലെ, വെള്ളം തിളയ്ക്കുന്നത് പോലെ നീ ഇറങ്ങി വന്ന് എനിക്കൊന്ന് കാണണം. ഒരിക്കലും അത് തെറ്റല്ല പ്രിയപ്പെട്ടവരെ. അവനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാ ജീവിതത്തിൽ അടയാളങ്ങൾ അനുഭവങ്ങളായി സ്വർഗം ഇറങ്ങി വരികയുള്ളൂ. എന്നിട്ടോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ വീണ്ടും നമ്മൾ വായിക്കും, ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്: തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ഇന്നോളം ഞാൻ കേട്ടിട്ടില്ല, മറ്റൊരു ദൈവത്തെ പറ്റി ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല. ദൈവജനം പറയുകയാണ്, കർത്താവെ, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവത്തെ ഇന്നോളം ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതൊരു ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഒരു ചോദ്യമാണ് നിങ്ങളോട്: കർത്താവ് നമുക്ക് വേണ്ടി അധ്വാനിക്കുമോ? എങ്ങനെ അധ്വാനിക്കും? ചേട്ടൻ രാവിലെ പറമ്പിലേക്ക് കിളയ്ക്കാൻ ഇറങ്ങുമ്പോൾ ഈശോ മുണ്ടുവിടുത്തിറങ്ങി വന്ന് തൂമ്പ എടുത്ത് കിളയ്ക്കുമോ? അങ്ങനെയാണോ ചേട്ടന്മാരെ? അങ്ങനെയാണോ? പിന്നെ എങ്ങനെയാ ചേച്ചിമാരെ? അരി കഴുകിയിടുമ്പോൾ ഈശോ വന്ന് തീ വീണ്ടും വീണ്ടും കൂട്ടി വെക്കുമോ? അങ്ങനെയാണോ കർത്താവ് അധ്വാനിക്കുക? ആണോ? കർത്താവ് അധ്വാനിക്കുന്ന ഉറപ്പാ. വചനം പറഞ്ഞിട്ടുണ്ട്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ പറ്റി അല്ലാതെ മറ്റു ദൈവത്തെ പറ്റി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പ്രിയപ്പെട്ട മക്കളെ,
ഈ വചനം പങ്കുവെക്കുമ്പോൾ ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം തന്നെയാണ് നിങ്ങളോട് ആദ്യമേ ഞാൻ പറയുക. കാരണം വലിയ പ്രാഗൽഭ്യങ്ങളോ പ്രൗഢിയോ അറിവോ ഒന്നുമില്ലെങ്കിലും ജീവിതത്തിൽ കുറച്ച് സമയം കിട്ടുമ്പോൾ യേശുവിൻ്റെ വചനം പറയാൻ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ യേശുവിൻ്റെ വചനം പറയാൻ യാത്ര ചെയ്യുന്ന ഒരു നാളിൽ പത്തനംതിട്ടയ്ക്കടുത്തൊരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പള്ളിയിൽ ധ്യാനം ചെയ്യാൻ ചെന്ന സമയത്ത് 2-ാം ദിവസം അവിടുത്തെ അച്ഛൻ പറഞ്ഞു, സിസ്റ്ററെ കുറച്ചപ്പുറം ഒരു ഇടവകയിൽ ഒരു വീട് വരെ ഒന്ന് പോകണം, രാവിലെ പോയിട്ട് പെട്ടെന്ന് വരാം. രാവിലെ 7:30 അവർ വണ്ടിയുമൊക്കെയായി വന്നു. ഞാൻ ആ ചേട്ടൻ്റെ കൂടെ കാറിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നതെന്നോ എന്താണ് കാര്യമെന്നോ ചേട്ടൻ ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞതനുസരിച്ച് ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ ഞാൻ അറിയുക, ചേട്ടൻ്റെ അമ്മ റിട്ടയറായി 63 വയസ്സ് പ്രായമുള്ള അമ്മ 1 മാസങ്ങൾക്ക് മുമ്പ് പെട്ടെന്ന് 2 കണ്ണും അടഞ്ഞുപോയി. 2 കണ്ണും തുറക്കത്തില്ല, ഒരു വിധത്തിലും തുറക്കാൻ പറ്റില്ല. ആശുപത്രികൾ മാറി മാറി കാണിച്ചു. നമ്മൾ ഇങ്ങനെയൊന്ന് പിടിച്ചാൽ പോലും ആ കണ്ണ് തുറക്കില്ല. ആരോ പറഞ്ഞു കേട്ടിട്ട് ഒരു സിസ്റ്റർ വന്നിട്ടുണ്ട്, ആ സിസ്റ്റർ പ്രാർത്ഥിച്ചാൽ കണ്ണ് തുറക്കുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് വീട്ടുകാര് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അവരുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഈ പരമമായ യാഥാർത്ഥ്യം ഞാൻ അറിയുക. പെട്ടെന്ന് കണ്ണടഞ്ഞു പോയത് കൊണ്ട് അമ്മച്ചി വല്ലാണ്ട് ഡിപ്രഷൻ മൂഡിലാണ്. ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുന്ന ഒരു അമ്മച്ചി. വേലക്കാർക്ക് മാറി മാറി നോക്കാനല്ലാണ്ട് ഒന്നിനും പറ്റില്ല, സാന്ത്വനപ്പെടുത്താൻ പറ്റില്ല. മകനും മരുമകളും നിന്ന് കരയാൻ മാത്രമേ പറ്റൂ. അമ്മച്ചിയുടെ അവസ്ഥ വളരെ ദയനീയം. എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടമായി. കാരണം എൻ്റെ കയ്യിൽ അത്ഭുത പ്രവർത്തന ശക്തിയൊന്നുമില്ല. വലിയ വിശ്വാസത്തോടെ ഇവരെന്നെ അവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുകയാണ്. ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുന്നത് കാണാൻ മകനും മരുമകളും ഒക്കെ എൻ്റെ ചുറ്റും നിൽപ്പുണ്ട്. ഞാൻ അല്പനേരം അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ടില്ല അമ്മച്ചിയുടെ കണ്ണ് തുറക്കുന്നത്. അമ്മച്ചിയുടെ കണ്ണ് തുറന്നില്ല. അമ്മച്ചിക്ക് സങ്കടം വരരുതെന്നോർത്ത് അടുത്തിരുന്ന് കുറച്ചു നേരം വർത്തമാനം പറഞ്ഞ് കവളിലൊരു ഉമ്മയും കൊടുത്ത് ഞാൻ അവിടെ നിന്നിറങ്ങി. പിന്നീട് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് ഭയമായിരുന്നു. പിറ്റേ ദിവസം തൊട്ട് അവർ തെരുതെരെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ പറഞ്ഞു വിട്ട അച്ഛനും എന്നെ ഫോൺ വിളിക്കുന്നുണ്ട്. ഞാൻ ഫോൺ എടുക്കുന്നില്ല. കാരണം എനിക്കറിയാം അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ശാസ്ത്രമെല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇവർ എന്തിനെന്നെ വിളിക്കുന്നു? ഞാൻ ഫോൺ എടുക്കാതായി. മാസങ്ങൾ 2ഉം 3ഉം കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്തൊരു പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ചേട്ടൻ കൈ പിടിച്ച് നിൽക്കുകയാ. സിസ്റ്റർ ഉത്തരം പറയാതെ കടത്തിവിടില്ല. എന്നെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ല. സിസ്റ്ററെ, കണ്ണില്ലാത്ത അമ്മച്ചിയുടെ വീട്ടിൽ വന്നത് ഓർമ്മയുണ്ടോ? അപ്പോഴേ ഒരു ഇടുപ്പ് എനിക്ക് കൂടിത്തുടങ്ങി. കർത്താവ്, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പൊ ചേട്ടൻ പറഞ്ഞു, എത്ര തവണ സിസ്റ്ററിനെ വിളിച്ചു, ഫോൺ എടുത്തില്ലല്ലോ, വളരെ മോശമായി പോയി. ഞാൻ ഒന്നും മിണ്ടിയില്ല. അമ്മച്ചിയെക്കുറിച്ച് ചോദിക്കാൻ എനിക്ക് ഭയമായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സിസ്റ്ററെ, അന്ന് രാത്രി എൻ്റെ അമ്മച്ചിയുടെ കണ്ണുകൾ 2ഉം ഈശോ തുറന്നു സിസ്റ്ററെ. അതൊന്ന് പറയാൻ വേണ്ടി മാത്രം വിളിച്ചതാണെന്ന്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ യേശുവിന് മുമ്പിൽ കൈയടിച്ചപ്പോൾ ഞാൻ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. എന്തിനാണെന്നറിയോ? കുറവുള്ള ബലഹീനതയുള്ള ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം യേശുവിൻ്റെ വചനം പറയാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ എൻ്റെ യേശു എനിക്ക് വേണ്ടി അധ്വാനിച്ചത് ഞാൻ കണ്ടു. എൻ്റെ ബലഹീനതയിൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തൊരു കർത്താവിനെ എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, വചനം എഴുതി വെച്ചിരിക്കുന്ന വെറുതെയല്ല. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെയല്ലാതെ മറ്റു ദൈവത്തെ പറ്റി ഇന്നോളം ഞാൻ കണ്ടിട്ടില്ല, ഞാനൊട്ട് കേട്ടിട്ടുമില്ല. ഞാനും നിങ്ങളും ഈ വചനം ചങ്കിലേക്ക് എടുത്തു വെക്കണം. ഈ രാത്രിയിൽ അവൻ മുമ്പിൽ കാത്തിരിക്കുമ്പോൾ തുറക്കപ്പെടാത്ത വഴികളിലേക്ക് ഇറങ്ങി വന്ന് അധ്വാനിക്കാൻ അവനോട് പറയണം. നെഞ്ചുപൊട്ടി നീർന്നതിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിനക്കൊരാശ്വാസം തരാൻ അവനോട് പറയണം. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി വചനം ഏറ്റു പറഞ്ഞ്, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ഞാൻ ഇന്നോളം കാണുകയോ മറ്റൊരു ദൈവത്തെ പറ്റി കേൾക്കുകയോ ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈശോ അധ്വാനിക്കൂ? ഉറപ്പാണോ നിങ്ങൾക്ക്? ഉറപ്പാ. ഇവിടെ കുറവുകളിൽ
ഇറങ്ങി വരാനേ കർത്താവിന് അറിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ദൈവം അധ്വാനിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളെക്കുറിച്ച് ജോബിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 10, 11, 12 വചനങ്ങൾ. ജോബ് ദൈവത്തോട് പറയുകയാണ്, അങ്ങ് എന്നെ പാല് പോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ. അങ്ങ് ചർമ്മവും മാംസവും കൊണ്ട് എന്നെ ആവരണം ചെയ്തു. അസ്ഥിയും സ്നായുക്കളും കൊണ്ട് എന്നെ തുന്നിച്ചേർത്തു. അങ്ങ് എന്നിൽ ജീവനും ഗാഢമായ സ്നേഹവും നിക്ഷേപിച്ചു. അങ്ങയുടെ പരിപാലന എൻ്റെ ആത്മാവിനെ സംരക്ഷിച്ചു. ജോബ് ദൈവസന്നിധിയിൽ പറയുകയാണ്, കർത്താവേ, അങ്ങ് എന്നെ പാല് പോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ. തൈര് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ചേച്ചിമാരെ, പാല് ഉറ ഒഴിച്ച് വെക്കുമ്പോൾ അതെപ്പോഴാണ് തൈരായി മാറുക? ഇത്തരം പെട്ടെന്ന് പറയണ സമയമില്ല ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നും. എപ്പോഴാണ് തൈരായി മാറുക? മാറാറുണ്ടോ? ഉണ്ട്. എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, 2 മണിക്കൂർ, 1 മണിക്കൂർ, അങ്ങനെയാണോ? ആണോ? ഈ ലോകത്തിൽ എൻ്റെ ഒരു അറിവനുസരിച്ച് ഉറയൊഴിച്ച് വയ്ക്കുന്ന പാല് എപ്പോഴാണ്, ഏത് സെക്കൻഡ്, ഏത് ടൈം എന്ന് ആർക്കും ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ജോബ് ദൈവത്തോട് പറയുക, ദൈവമേ, അങ്ങ് എന്നെ പാല് പോലെ പകർന്ന് തൈര് പോലെ ഉറകൂട്ടിയില്ലേ. നീ എപ്പോഴാണ് ഈ ചർമ്മം എന്നെ പിടിപ്പിച്ചതെന്ന്, ഈ മാംസം പിടിപ്പിച്ചതെന്ന്, ഈ അസ്ഥി തന്നതെന്ന്, ഈ സ്നായുക്കൾ തന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ കർത്താവേ. പക്ഷെ ഒരു കാര്യം അറിയാം, തന്നത് നീയാ. പാല് പാക്കറ്റിലിരുന്നാൽ അതൊരിക്കലും തൈരായി മാറില്ല, ഒഴിച്ചു വെക്കണം. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ദൈവം തന്ന ഈ ചർമ്മത്തിന് ഒരു കേടുണ്ടെങ്കിൽ, ദൈവം തന്ന ഈ മാംസത്തിനൊരു കേടുണ്ടെങ്കിൽ, ഈ അസ്ഥിക്കൊരു കേടുണ്ടെങ്കിൽ, ഈ ഞരമ്പുകൾക്കൊരു ക്ഷയമുണ്ടെങ്കിൽ, അത് നിവർത്തിതമാക്കാൻ നിന്റെ സർവശക്തനായ കർത്താവിന് പറ്റും. അതിവിടെ ഇരുന്ന് ഏറ്റു പറയണം. ഐസിയ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 1-ാമത്തെ വചനം. ഞാനും നിങ്ങളും ആവർത്തിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ, നിന്നെ രൂപപ്പെടുത്തുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അതിൽ 2 കാര്യങ്ങൾ സ്വർഗം എന്നെയും നിങ്ങളെയും നോക്കി ഔദാര്യപൂർവ്വം അവകാശപ്പെടും. ഞാൻ നിന്റെ സൃഷ്ടാവ്, ഞാൻ നിന്റെ രക്ഷിതാവ്. 2 കാര്യം സ്വർഗത്തിന് എന്നെ നോക്കി അവകാശപ്പെടാൻ പറ്റും. ഞാൻ നിന്റെ സൃഷ്ടാവാണ്, ഞാൻ നിന്റെ രക്ഷിതാവാണ്. അങ്ങനെയെങ്കിൽ കുറവുള്ള നിന്റെ ശരീരത്തിലേക്ക്, കുറവുള്ള നിന്റെ ചർമ്മത്തിലേക്ക്, കുറവുള്ള നിന്റെ അസ്ഥിയിലേക്ക് കേടുപോക്കാൻ അവൻ വരുന്ന രാത്രിയായത്. ഇരുന്നു കൊടുത്താൽ ഈ രാത്രിയിൽ സ്വർഗം ഇറങ്ങി വന്ന് സന്ദർശിക്കും. പ്രിയപ്പെട്ടവളെ, ഹൃദയത്തിൽ സ്നേഹം നിറച്ച ഒരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സ്നേഹം കുറഞ്ഞുപോയ ഹൃദയം ഇന്ന് ചോദിക്കണം. സ്നേഹം തണുത്തുറഞ്ഞു പോയിട്ടുണ്ട്. ഈ രാത്രിയിൽ സ്നേഹം തരാൻ സ്വർഗമേ, നീ ഒന്നിറങ്ങി വരണം. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സ്വർഗം തൊടാൻ പോകുന്ന ഒരു രാത്രി, സങ്കടങ്ങൾക്കിടയിൽ സ്വർഗം ഇറങ്ങി വന്ന് നിന്നു തരുന്ന ഒരു രാത്രിയാണിത്. വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ ചെറുതല്ല, വലുത് നമ്മൾ ഈ രാത്രിയിൽ കാണും. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇറങ്ങി വന്ന് സന്ദർശിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് നാം പരിചയപ്പെടുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഗിദെയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്വർഗം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഗിദെയോൻ എന്ന് പറയുന്ന വ്യക്തി ആ ദേശത്തെ ഒരു ന്യായാധിപനായി കണക്കാക്കപ്പെടുകയാണ്. നമുക്കറിയാം, പഴയ നിയമ ജനതയുടെ ചരിത്രത്തിൽ മോശ, ജോഷുവ, പിന്നീട് അങ്ങോട്ട് ദൈവജനം തങ്ങൾക്ക് തോന്നുന്നൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അവർക്ക് കൺമുമ്പിൽ എന്തു തോന്നുന്നോ അവർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ജനത്തിനിടയിലേക്ക് പാപം കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവജനത്തെ നയിക്കാൻ സ്വർഗം കാലാകാലങ്ങളിൽ അയച്ചു കൊടുത്ത വ്യക്തികളാണ് ന്യായാധിപന്മാർ. ആ ന്യായാധിപന്മാരുടെ ഒരു വ്യക്തിയാണ്
ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യനെയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാനും നിങ്ങളും ജീവിക്കുന്ന അതേ കാലഘട്ടമെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഗിദയോനെ ദൈവം സന്ദർശിച്ച ഒരു കാലഘട്ടം നാം ഇപ്രകാരം വായിക്കും. 6-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ, ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവ് അവരെ 7 വർഷത്തേക്ക് മിദ്യാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. മിദ്യാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവജനത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഒന്നാമത്തെ കാര്യം, ദൈവജനം പാപത്തിലാണ്. രണ്ടാമത്തെ കാര്യം, ദൈവജനം മറ്റൊരു ജനതയുടെ ആധിപത്യത്തിലാണ്. മൂന്നാമത്തെ കാര്യം, പാപത്തിലും മറ്റു ജനതയുടെ ആധിപത്യത്തിലും ആയിരിക്കും ദൈവജനം ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. ജീവിക്കാൻ മാർഗമില്ലാതെ അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വീടുകളിൽ ജീവിക്കാൻ പറ്റില്ല. കൃഷി ചെയ്താൽ അപ്പോൾ തന്നെ മിദ്യാൻകാർ വന്ന് അത് നശിപ്പിച്ചു കളയും. ഒന്നും ചെയ്യാൻ പറ്റാതെ ജീവിതം ശോഷിച്ചിരിക്കുന്ന ഇസ്രായേൽ മക്കൾ ദുർഗങ്ങളും ഗുഹകളും മാളങ്ങളും നിർമ്മിച്ചുവെന്ന് വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാളങ്ങളിലും ഗുഹകളിലും ജീവിക്കുന്നത് മനുഷ്യരാണോ മൃഗങ്ങളാണോ? ആരാണ്? മൃഗങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പാപം ചെയ്ത മനുഷ്യൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, അസ്തിത്വം നഷ്ടപ്പെട്ട് അവൻ ഗുഹകളിലേക്ക് മാളങ്ങളിലേക്ക് ഒളിക്കുന്ന ഒരവസ്ഥ വന്നു. ഇതാണ് ഗിദയോന്റെ കാലഘട്ടം. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ തകർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗിദയോൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗമേ, നീയൊന്ന് സന്ദർശിക്കണം, നീയൊന്ന് സന്ദർശിക്കണമെന്ന് ഗിദയോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതാണ് 11-ാമത്തെ വചനം മുതൽ നമ്മൾ കാണാൻ പോകുക. കരയുന്ന ദൈവജനത്തിൽ ഗിദയോന്റെ സ്വരം സ്വർഗത്തിലേക്ക് എത്തുകയാണ്. 11-ാമത്തെ വചനത്തിൽ കാണും, അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന അബിയസർ വംശജനായ യോവാഷിന്റെ ഓക്കുമരത്തിന്റെ കീഴിലിരുന്നു. കരയുകയാണ് ദൈവജനം. കുറെ ജനം പാപത്തിലാണ്. കുറെ മക്കൾ മിദ്യാൻകാരെ ഭയന്ന് മാളങ്ങളിലും ഗുഹകളിലും ഇരിക്കുന്നു. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ആ സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഗിദയോൻ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് ഓക്കുമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ അവനെ കാണാൻ കർത്താവിന്റെ ദൂതൻ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഒളിച്ചോടേണ്ടവരല്ല ഞാനും നിങ്ങളും. പ്രശ്നം എന്നെയും നിങ്ങളെയും തേടി വരുമ്പോൾ ഞാനും നിങ്ങളും ആ പ്രശ്നത്തിലേക്ക് നോക്കാതെ എന്നെ സന്ദർശിക്കുന്ന കർത്താവിനെ കാത്തിരിക്കണമെന്ന് ഗിദയോൻ നമ്മളെ പഠിപ്പിച്ചു വെക്കുകയാണ്. അവിടെ ഇപ്രകാരം കാണും, യോവാഷിന്റെ പുത്രൻ ഗിദയോൻ മിദ്യാൻകാർ കാണാതിരിക്കാൻ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കുകയാണ്. ഗോതമ്പ് സാധാരണ മെതിക്കുക ഗോതമ്പ് ചക്കിലാണ്. പക്ഷേ ഇവിടെ ഗിദയോൻ മുന്തിരി ചക്കിലാണ് ഗോതമ്പ് മെതിക്കുന്നത്. കാരണം അത് മുന്തിരിയുടെ കാലഘട്ടം, ഗോതമ്പിന്റെ കാലഘട്ടമല്ല. ചക്ക അവിടെ സ്ഥാപിച്ചിട്ടില്ല. വിളയാൻ തുടങ്ങുന്ന ഗോതമ്പ് കുറച്ച് പറിച്ചെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകണം. മെതിച്ച് കൈകൊണ്ട് മെതിച്ചെടുക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ജീവിതത്തിന്റെ ആ സാഹചര്യത്തിൽ അവനവിടെ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മെതിക്കും. ഇത് നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ തീർന്നുവെന്ന് വിചാരിച്ച് കുത്തിയിരിക്കരുത്. ദൈവം എനിക്ക് തരാൻ പോകുന്ന വലിയ രക്ഷയെ മുന്നിൽ കണ്ട് സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ഇറങ്ങണമെന്ന് ഗിദയോനെ സ്വർഗം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് മുമ്പിലാണ്. ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സ്വർഗം വരുമെന്നറിഞ്ഞ് ഞാനും നിങ്ങളും യേശുവിനോട് പറയണം, യേശുവേ, ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഓക്കുമരത്തിന്റെ കീഴിൽ ഞാനും ഇരിക്കുകയാ. ഈ രാത്രിയിൽ നിന്നെ കാണാൻ ഞാൻ കാത്തിരിക്കുകയാ. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ രണ്ടും ഉയർത്തി കർത്താവ് ഈ രാത്രിയിൽ ഒന്ന് സന്ദർശിക്കണം. ഗിദയോന് കിട്ടിയ അനുഭവം എനിക്കും നിങ്ങൾക്കും കിട്ടണം. ഞാനും നിങ്ങളും യേശുവിനെ കാണാൻ ഈ രാത്രി ഇരിക്കുകയാ.
കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് എന്ത് പ്രശ്നമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും അത് മുഴുവൻ സമർപ്പിച്ചുകൊണ്ടെന്ന് സ്തുതിച്ചേ. ഈ പ്രതിസന്ധിയിൽ സ്വർഗം ഈ രാത്രി ഇറങ്ങി വരാൻ പോവുകയാണ്. ശരീരത്തിൽ രോഗമുള്ള മക്കളാകാം, മനസ്സിൽ വേദനയുള്ള മക്കളാകാം, കടകളിൽ നിൽക്കുന്ന മക്കളാകാം, ജീവിത സൗകര്യങ്ങളില്ലാത്ത മക്കളാകാം, കഠിനമായ കടബാധ്യതയുള്ള മക്കളാകാം, ഭക്തിവാദത്തിന്റെ ആസക്തിയുള്ള മക്കളാകാം, തകർന്നിരിക്കുന്ന മക്കളാകാം. ഈ രാത്രിയിൽ സ്വർഗം വരാൻ പോവുകയാണ്. സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ ആത്മാവ് ഇപ്രകാരം പറയുകയാണ്. 12 വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബത്തിന് ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാനും നിങ്ങളും ഇരിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, ഗിദെയോൻ തന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് മുമ്പിൽ അവിടെ പോയി ഓക്കുമരത്തിന്റെ കീഴിലിരിക്കുകയാണ്. വീട്ടിൽ കുത്തിയിരിക്കുവല്ല, ജീവിതം തകർന്നോർത്ത് നിരാശയിലേക്ക് പോവുകയല്ല, അവൻ കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുന്ന അവന്റെ അടുക്കലേക്ക് ദൂതൻ വന്നിട്ട് പറഞ്ഞു, ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. നൊമ്പരങ്ങൾക്ക് നടുവിൽ എഴുന്നേറ്റ് നിൽക്കാൻ നിനക്ക് പറ്റുമോ? നിന്റെ കൂടെ കർത്താവുണ്ട്. നമ്മൾ കേട്ടു, കർത്താവ് എൻ്റെ ഒപ്പമുണ്ട് എന്ന് നമ്മളെ രാവിലെ മുതൽ പ്രാർത്ഥിച്ച് ധ്യാനിച്ച് നമ്മൾ കേട്ടിവിടെ വന്നിരുന്നപ്പോൾ മാത്യു സാർ നമ്മളോട് പറഞ്ഞു കർത്താവ് കൂടെയുണ്ടെന്ന്. ഇവിടെ ഗിദെയോനോട് പറയുക, എപ്പോഴാ കർത്താവ് കൂടെ ഇരിക്കുന്നേ? ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നെഞ്ചുരുക്കുന്ന വേദനകളിലാ ഈശോ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒപ്പം വരിക. അത് അനുഭവമായി മാറുക, അനുഭവമായി മാറുക. കഥനം നിറഞ്ഞ മനസ്സുകൾക്കുള്ളിലാണ് യേശുവിൻ്റെ സാന്നിധ്യം കൂടുതലായി വരിക. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ഒത്തിരി ജീവിതത്തിന്റെ അനുഭവങ്ങൾ എൻ്റെ കൺമുമ്പിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദുബായിൽ നിന്നൊരു കുടുംബം എന്നെ വിളിച്ച് കരയുകയാണ്. ഒത്തിരി കരഞ്ഞവര്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു, എല്ലാം തകർന്നു പോയി. ആ മക്കള് ഒന്നുമില്ലാത്ത മനുഷ്യര്, അവർക്ക് മക്കളെ സ്കൂളിൽ പോലും വിടാൻ പണമില്ല. ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യണമെന്നറിയില്ല. വിസ എക്സ്പയറി ആകുമോ, കഴിഞ്ഞ സെപ്റ്റംബർ 22 വിസ എക്സ്പയറി ആകുമെന്ന് പറഞ്ഞു. ഒന്നുമില്ല. സങ്കടപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് ഈ അപ്പനും അമ്മയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെയുള്ള ദിവ്യകാരുണ്യ ചാപ്പലിൽ പോയി കുത്തിയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് എല്ലാം എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, സിസ്റ്ററെ ഒരു വഴിയുമില്ല സിസ്റ്ററെ, ഞങ്ങൾ ഇവിടെ നിന്ന് പോവില്ല, കർത്താവ് ഞങ്ങളെ സന്ദർശിക്കാതെ പോകില്ല. പ്രിയപ്പെട്ടവരെ, ഈ അപ്പനും അമ്മയും കരഞ്ഞു കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ സെപ്റ്റംബർ 20 അദ്ദേഹത്തിനൊരു ജോലിയുടെ ഓഫർ വരികയാണ്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി, ജോലി കിട്ടി. ഇനി വിസ എക്സ്പയറി ആകത്തില്ല, പുതിയ വിസ കിട്ടും. എന്നാൽ ഒരു കാര്യം സംഭവിക്കുകയാണ്. പിന്നീട് ദിവസങ്ങൾ ഇത്രയും കഴിയും തോറും മിനിഞ്ഞാന്ന് വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്കൂളും ഓപ്പൺ ആയില്ല. സ്കൂൾ ഓൾറെഡി നേരത്തെ തുടങ്ങി, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റില്ല. ആ ചേച്ചിയും ചേട്ടനും കൂടി വീണ്ടും എന്നോട് പറയുകയാ, ജോലിക്ക് ചേട്ടൻ പോകുമ്പോൾ ചേച്ചി പോയി ദിവ്യകാരുണ്യ സന്നിധിയിൽ കുത്തിയിരിക്കും. കർത്താവ് സന്ദർശിക്കണം സിസ്റ്ററെ, മക്കളെ ഈ വർഷം തന്നെ പള്ളിക്കുർത്തി വിട്ടേ പറ്റൂ, അല്ലാതെ പറ്റില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന കാണുമ്പോൾ താങ്ങാൻ പറ്റില്ല. ഞാൻ ഓർക്കും, ദൈവം ഈ മക്കളുടെ വിശ്വാസം അവിടെ ഇരിക്കുവോ? വൈകുന്നേരം 8:30 അവിടെ ഇരിപ്പുണ്ട്. ഒന്ന് വിളിച്ചാൽ, ആശ്വസിപ്പിക്കാൻ ഒന്ന് വിളിച്ചാൽ ഞങ്ങൾ പള്ളിയില്ല. അതവർ പറയൂ, കർത്താവ് സന്ദർശിക്കാൻ വേണ്ടി അവർ കാത്തിരുന്നെങ്കിൽ അവരുടെ മെസ്സേജ് എനിക്ക് ഇന്നലെ കിട്ടി. പ്രിയപ്പെട്ടവരെ, ആ 2 കുഞ്ഞുങ്ങൾക്കും ഏറ്റവും നല്ല സ്കൂളിൽ കർത്താവ് അഡ്മിഷൻ കൊടുത്തു. ഗിദെയോന്റെ ജീവിതത്തിൽ സങ്കടങ്ങളും വേദനകളുമായി അവൻ പോയി അവിടെ കുത്തിയിരിക്കുക. ആ കുത്തിയിരിക്കുന്ന അവനെ ഇതാ ദൈവം സന്ദർശിക്കുക. എന്നിട്ട് പറഞ്ഞു, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയേ അവൻ അധ്വാനിക്കൂ. കാത്തിരിക്കാൻ തയ്യാറാണോ?
യേശുവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും കാത്തിരുന്നാൽ അധ്വാനിക്കാൻ സ്വർഗം ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ഗിദെയോനോട് ദൂതൻ പറഞ്ഞു, ശക്തനും ധീരനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ എന്ന്. ഇത് കേട്ടപ്പോ ഗിദെയോന്റെ ഒന്നാമത്തെ ചോദ്യമുണ്ട്, പ്രഭോ, കർത്താവ് ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിതെല്ലാം സംഭവിക്കുന്നത്? അവനൊരു തിരിച്ചൊരു ചോദ്യമാണ്, ന്യായമായൊരു ചോദ്യം. വലിയ ജനതയുടെ അടിമത്തത്തിലാണ് ഞങ്ങള്, ജീവിക്കാൻ മാർഗമില്ല, വീട്ടിലിരിക്കാൻ പറ്റില്ല. അങ്ങ് പറഞ്ഞില്ലേ കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന്, എന്നിട്ടും എന്തേ ഞങ്ങൾക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്? അവൻ പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പൂർവ്വകന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ പോയി? ഒന്നും കാണുന്നില്ല. ചോദ്യങ്ങളുമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഈ ഗിദെയോനെ പോലെയാ ഞാനും നിങ്ങളും. ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ഓരോ ജീവിതങ്ങൾ എടുത്തു നോക്കുമ്പോൾ ചോദ്യങ്ങളേറെയാ. ചോദിക്കേണ്ടതും അവന്റെ മുമ്പിൽ തന്നെ ഇരുന്നോണ്ട് ചോദിക്കണം. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം സ്വർഗം തരാൻ പോവുകയാ. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ? കർത്താവ് ഞങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞു. ഗിദെയോൻ പറഞ്ഞു ഉടനെ. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗിദെയോന്റെ അടുത്ത് ആദ്യം വന്നത് ദൂതൻ വന്നിട്ട് പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെ. ഉടനെ ഗിദെയോൻ ദൂതനോട് തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിച്ചു, എവിടെ പോയി കർത്താവ്? അത്ഭുത പ്രവൃത്തി ചെയ്ത കർത്താവ് എവിടെ എന്നെല്ലാം ചോദിച്ചു. ഇനി 14-ാമത്തെ വചനത്തിൽ ഒരു കാര്യം എഴുതി വെക്കുകയാണ്, കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു. അത്രയും നേരം സംസാരിച്ച ദൂതനാണെങ്കിൽ പിന്നെ അവിടെ ദൂതനില്ല. പിന്നെ അവിടെയുള്ളത് കർത്താവ് മാത്രം. ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം എഴുതി വെച്ചിരിക്കുകയാ, ഞാനും നിങ്ങളും അവന് വേണ്ടി കാത്തിരുന്നാൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ദൈവം ദൂതന്മാരെ അയക്കും. ആ ദൂതന്റെ വചസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ദൂതനല്ല ഞാൻ കാണുക, എൻ്റെ യേശുവിനെ തന്നെ എൻ്റെ ജീവിതത്തിന്റെ മുൻപിൽ കണ്ടിരിക്കും. വചനം അച്ചിട്ടായി ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ അടയാളമാണ് നാം ഇവിടെ കാണുക. കർത്താവ് അവന്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഇസ്രായേലിനെ മിദ്യാൻകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ഞാൻ നിന്നെ അയക്കുകയാണ്. ഗിദെയോനൊരു ദൗത്യം കർത്താവൻ കൊടുത്തു. ഉടനെ പറഞ്ഞു, അയ്യോ കർത്താവേ, ഇസ്രായേലിന്റെ ഗോത്രത്തിൽ ഏറ്റവും ചെറിയതാണ് എൻ്റെ വംശം, ഞാൻ ചെറുതാ, എനിക്ക് കഴിവൊന്നുമില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തൻ്റെ നിസ്സഹായത ഗിദെയോൻ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഗിദെയോൻ, കർത്താവ് വീണ്ടും അവനോട് പറയും, ഞാൻ നിന്നോട് കൂടെയുണ്ടായിരിക്കുമെന്ന് ഗിദെയോനോട് കർത്താവ് പറയുമ്പോൾ ഇനിയാണ് ഗിദെയോന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഇത്രയും നേരം കർത്താവ് ഗിദെയോനോട് സംസാരിച്ചു. കർത്താവ് തന്റെ ആവശ്യങ്ങളെല്ലാം ഗിദെയോനെ അറിയിച്ചു. എനിക്ക് നിന്നെ വേണം, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണെന്നെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ ചങ്ക് ചേർത്ത് വെച്ചൊരു ഗിദെയോനെ നിങ്ങൾ കാണും. ഗിദെയോൻ കർത്താവിനോട് പറയും, എൻ്റെ കർത്താവേ, നീയാണ് ഇത്രയും നേരം എന്നോട് സംസാരിച്ചതെങ്കിൽ എനിക്കൊരു കാര്യം നിന്നോട് ആവശ്യപ്പെടാനുണ്ട്. നീ ഇവിടെ നിൽക്കണം, ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ നീ നിൽക്കണം. ഞാൻ വീട്ടിൽ പോകും, വീട്ടിൽ പോയി അപ്പമുണ്ടാക്കി കാളയിറച്ചിയും വെച്ച് ഞാൻ തിരിച്ചിവിടെ വരുമ്പോൾ നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഗിദെയോൻ ആരോടാ പറഞ്ഞത്? ആരോടാ ഗിദെയോൻ പറഞ്ഞേ? കേട്ടോ നിങ്ങൾ? ആരോടാ പറഞ്ഞേ? കർത്താവിനോട്, പ്രധാനമന്ത്രിയോടാണോ പറഞ്ഞേ? അല്ല, പിന്നെ ആരോടാ പറഞ്ഞേ? സാക്ഷാൽ സർവശക്തനോട് ഒരു മനുഷ്യ പ്രകൃതി ആവശ്യപ്പെടുകയാ, ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ പോയിട്ട് വരുമ്പോ നീ ഇവിടെ ഈ ഓക്കുമരത്തിന്റെ ചുവട്ടിലുണ്ടാവണം. കർത്താവിന് ഗിദെയോൻ മാത്രമേ മക്കളായിട്ടുള്ളോ? അല്ല. എന്നിട്ടും ഗിദെയോൻ ഇത് പറഞ്ഞു വെച്ചപ്പോ ഇനിയാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പവും കാളയിറച്ചിയും ഉണ്ടാക്കാൻ 5 മിനിറ്റ് മതിയോ? ഇൻസ്റ്റന്റ് അപ്പപ്പൊടിയൊന്നും വന്നില്ല. എത്ര നേരം വേണം? മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും. ഓർത്തോണേ, കാൽക്കുലേഷൻ ചെയ്താൽ മിനിമം 2 മണിക്കൂർ. അവിടെ നിന്ന് ഗിദെയോൻ പോയി വീട്ടിൽ ചെന്ന കാളയെ കൊന്ന് ഇറച്ചിയുണ്ടാക്കി അപ്പമുണ്ടാക്കി തിരിച്ചു വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാ, ഇവിടെ നിന്ന് പോകരുത്, ഞാൻ എൻ്റെ കാഴ്ച തിരുമുമ്പിൽ കൊണ്ടുവരട്ടെ. അവിടുന്ന് പറഞ്ഞു, നീ തിരിച്ചു വരുന്നത് വരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. ഗിദെയോൻ വീട്ടിൽ പോയി ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്തു. ഒരേഫാ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. മാംസം ഒരു കുട്ടയിലും ചാറൊരു പാത്രത്തിലുമാക്കി
ഓക്കുമരത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് അവന് കാഴ്ചവെച്ചു. തിരിച്ചു വരുമ്പോ ആരവിടെ നിപ്പുണ്ട്? ആരവിടെ നിപ്പുണ്ട്? കർത്താവ് നിപ്പുണ്ട്. ഭാര്യയോട് ചേട്ടൻ കനപ്പിച്ച്, നീ എങ്ങും പോകരുത്, ഇവിടെ ഇരുന്നോണം, ഞാൻ വൈകുന്നേരം വരുമ്പോഴെന്ന് പറഞ്ഞാൽ പേടിച്ചവളതനുസരിക്കും. അല്ലെങ്കിൽ അനുസരിക്കാൻ കടമയുള്ളത് കൊണ്ട് അവളതനുസരിക്കും. മക്കളോട് പറയും കളിക്കാൻ പോകരുത്, ഇവിടെ ഇരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞാൽ ഭയന്നിട്ടാണെങ്കിലും അത് അനുസരിക്കും. ഇത് മക്കളല്ല, ഭാര്യയല്ല, ഭർത്താവല്ല. എന്നെയും നിങ്ങളെ സൃഷ്ടിച്ച സർവശക്തനായ കർത്താവിനോട് ഒരു മനുഷ്യൻ ആവശ്യപ്പെട്ടു, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. മക്കളെ, എന്റെയും നിങ്ങളുടെയും ശ്രേഷ്ഠമായ സ്ഥാനം ചെറുതല്ല. ഞാനും നിങ്ങളും ചങ്കു തുറന്നു വെച്ച് സ്നേഹം കൊടുത്തിട്ട്, അപ്പാ ഞാൻ വരുന്നിടം വരെ നീ ഇവിടെ നിൽക്കണം. ഈ രാത്രി നീ പറയണം, ഇവിടെ ഇരിക്കുകയാ ഞാൻ, എൻ്റെ അപ്പൻ എന്നെ സന്ദർശിക്കാൻ ഇറങ്ങി വരണമെന്ന് ചങ്കിൽ സ്നേഹം ചേർത്ത് വെച്ച് പറഞ്ഞാൽ ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. ഗിദെയോൻ കർത്താവിനോട് പറഞ്ഞതാ, കർത്താവേ ഇറങ്ങി വരണേ. ഇനി ഈ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ഇറങ്ങി വരണമെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഞാൻ കർത്താവിന് ഒരു വില കൊടുക്കാൻ തയ്യാറാക്കണം. കർത്താവിന് ഒരു വില കൊടുക്കാൻ ഞാൻ തയ്യാറായാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്നിരിക്കും. ഞാനും നിങ്ങളും എന്ത് ചോദിച്ചാലും അത് സ്വർഗം തരാൻ തുടങ്ങും. ജോബിന്റെ പുസ്തകം 22-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിന്റെ പാതകൾ പ്രകാശിതമാകും. ജോബ് 22-28 വചനം പറയുകയാണ്, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിന്റെ പാതകൾ പ്രകാശിതമാകും. എന്നാൽ 22-ാം അധ്യായം 25 മുതൽ ഒരു 3 കണ്ടീഷൻ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ കണ്ടീഷനാണ്, സർവശക്തൻ നിനക്ക് സ്വർണം വില പിടിച്ച വെള്ളിയും ആകുമെങ്കിൽ. ഒന്നാമത്തെ കാര്യമാണ്, എൻ്റെ തമ്പുരാൻ ഈ ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ടതായി എനിക്ക് എപ്പോൾ മാറുന്നോ അപ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ തീരുമാനിക്കുന്ന കാര്യം സാധിച്ചു കിട്ടൂ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, ഒത്തിരി ചോദിക്കാറുമുണ്ട്. ഈശോ നമ്മുടെ ഒപ്പമുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും അനുഭവമുണ്ട്. എങ്കിൽ പിന്നെ എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളെ തേടിയെത്തുന്നില്ല? ചോദിക്കുന്നൊക്കെ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇനിയും അവശേഷിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കാരണം എന്താ? കർത്താവ് കൈ ചുരുട്ടിയിരിക്കുന്നത് കൊണ്ടാണ്. ആണോ? കർത്താവ് കൈ ചുരുട്ടി ഇരുന്നിട്ടാണോ? അല്ല. കാരണം യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ പറയും, യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. ഈ സമയം അവൻ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എപ്പോഴും അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുകയാ. പിന്നെ എന്തേ എനിക്ക് കിട്ടാത്തത്? എന്തേ എനിക്ക് കിട്ടാത്തത്? അവൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടാതെ പോകാൻ ഒറ്റ കാരണമേ ഉള്ളൂ, കൂടെ കർത്താവില്ലാഞ്ഞിട്ടല്ല, ഞാൻ അവനിൽ നിന്ന് അല്പദൂരം മാറിയ. നിയമാവർത്തന പുസ്തകം 23-14 വചനം പറയും, നിന്നെ സംരക്ഷിക്കാൻ, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് അവിടെ നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിന്റെ പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. മത്തായി 28:20 പറഞ്ഞു, യുഗാന്ത്യം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. വചനം നിയമാവർത്തനം 23:14 പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്, ശത്രുക്കളെ ഏൽപ്പിച്ചു തരാൻ, നിന്നെ സംരക്ഷിക്കാൻ ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കൂടെയുള്ള കർത്താവ് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാറി നിൽപ്പുണ്ടെങ്കിൽ അതിന് വലിയ ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ സ്വകാര്യ ജീവിതത്തിൻ്റെ പാളയമാകുന്ന പരിശുദ്ധി, വിശുദ്ധി എനിക്ക് എപ്പോൾ നഷ്ടപ്പെടുന്നോ അപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമല്ലാതെ പോകും. ഞാൻ പാപത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈശോ എനിക്ക് ആരുമല്ലാതെ പോകും. അങ്ങനെ പോയാൽ സർവശക്തൻ നിനക്ക് സ്വർണമായി മാറില്ല, സർവശക്തൻ നിനക്ക് വില പിടിച്ച വെള്ളിയായി മാറില്ല, സർവശക്തൻ നിനക്ക് സ്വർണവും
വിലപിടിച്ച വെള്ളിയുമായി മാറിയാലേ നീ കർത്താവിൽ ആനന്ദിക്കാൻ തുടങ്ങൂ, കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങൂ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് എനിക്കും നിങ്ങൾക്കും ഏറ്റവും വിലപ്പെട്ടതെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിച്ച് ചിന്തിക്കാൻ തുടങ്ങിയാൽ സ്വർഗം വലിയ കൃപകൾ തരും. എനിക്കറിയാവുന്ന ഒരു ചേട്ടനുണ്ട് പാലായിൽ, വലിയ കൗൺസിലിംഗ് ചെയ്യുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ എപ്പോഴും എന്നോട് പറയും, സിസ്റ്ററെ ഞാൻ ഈശോയ്ക്ക് വേണ്ടി മരിക്കും. എപ്പോഴും പറയുന്ന ഒരു സെന്റൻസാ, ഈശോയ്ക്ക് വേണ്ടി ഞാൻ മരിക്കും. അങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, എന്തൊരു തീഷ്ണതയായി ഈ മനുഷ്യന്. ഈ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്കെല്ലാം പുറത്തേക്ക് പോകും, കേരളത്തിൻ്റെ വെളിയിലേക്ക്, ഗുജറാത്തിലേക്കും നാഗാലാൻഡിലേക്കൊക്കെ ഇദ്ദേഹം യാത്ര ചെയ്യും. യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഇദ്ദേഹത്തിന് മലയാളമല്ലാതെ മറ്റൊരു ഭാഷ അറിയില്ല. അവിടെയുള്ള അച്ഛന്മാരെയൊക്കെ കണ്ടിട്ട് നല്ല കൗൺസിലിംഗ് ഗിഫ്റ്റായി ചേട്ടന്, ശക്തമായ കൗൺസിലിംഗ് ഗിഫ്റ്റ് ഉണ്ട്. അവിടെ പോയി ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ നാഗന്മാരുടെ ഭാഷയിലൊക്കെ അവിടെ ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ദൈവജനത്തെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ മനുഷ്യൻ വാടക വീട്ടിലാണ് താമസിക്കുക. ഇദ്ദേഹത്തിന് 3 മക്കളും ഭാര്യയും. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കൽ ഗുജറാത്തിലേക്ക് കൗൺസിലിങ്ങിനായി ഇദ്ദേഹം പോയി. പോകുമ്പോൾ കയ്യിലിരുന്ന 2500 രൂപ എടുത്ത് അദ്ദേഹം പോക്കറ്റിലാക്കി പോവുകയാണ്. അവിടെ ചെന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അച്ഛൻ വണ്ടി വിട്ടേക്കാന്ന്. ചെന്നിറങ്ങിയപ്പോൾ അച്ഛൻ്റെ ഫോണുണ്ട്, മോനെ എനിക്ക് വരാൻ പറ്റില്ല, നീ ഒരു ടാക്സി വിളിച്ചു വന്നോണം. അവിടെ നിന്ന് ഈ സ്ഥലത്തേക്ക് ടാക്സി വിളിച്ചു പോയപ്പോൾ 2000 രൂപ ചെലവായി. പിന്നെ പോക്കറ്റിലുള്ളത് ആകെ 500 രൂപയാണ്. അന്ന് വൈകുന്നേരം കുളിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മകൻ്റെ ഫോൺ, അപ്പാ നാളെയാണ് 4000 രൂപ വാടക അടയ്ക്കേണ്ട ദിവസം, എങ്ങനെയെങ്കിലും 4000 ഇങ്ങോട്ടൊന്ന് അയച്ചേക്കണം. പോക്കറ്റിലാകെ കിടക്കുന്നത് 500 രൂപയാണ്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, പിറ്റേ ദിവസം വാടക കൊടുക്കണം, എന്ത് ചെയ്യണം എന്നറിയില്ല. ഈ മനുഷ്യൻ 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് വാവിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങിയതാ, നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയതാ, നീയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. നിനക്ക് വേണ്ടി ഞാൻ ഇറങ്ങിയെങ്കിൽ എനിക്ക് വേണ്ടി നീ പ്രവർത്തിച്ചേ പറ്റൂ. ഈ മനുഷ്യൻ പിറ്റേ ദിവസം രാവിലെ കണ്ണുനീർ വാർത്ത് കുർബാനയെ പങ്കെടുത്ത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ വന്നത് ടാക്സി വിളിച്ചാന്ന് ഞാൻ അറിഞ്ഞു, കുറച്ചധികം പണം ചെലവായില്ലേ, ഒരു കാര്യം ചെയ്തോ, ഇപ്പൊ തൽക്കാലം ഒരു 4000 പിടിച്ചോ എന്ന്. അദ്ദേഹത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, മനസ്സ് നിറഞ്ഞു. അദ്ദേഹം സന്തോഷിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥനാ യോഗം തുടങ്ങാൻ പോവുകയാണ്. അവിടുത്തെ പ്രാർത്ഥനാ യോഗത്തിന് ഇദ്ദേഹം അറിയുന്ന ഒരു മലയാളിയാണ് സംഘടിപ്പിച്ചിരിക്കുക. ഈ മനുഷ്യൻ വന്നു, എപ്പോഴാ എത്തിയത്, യാത്ര സുഖമായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ സുഖമായിരുന്നു. എങ്കിലും മനസ്സ് വായിക്കാൻ അറിയാവുന്ന ഈ മനുഷ്യന് തോന്നി, ഈ പ്രാർത്ഥനാ കൂട്ടയുടെ മുതലാളി അല്ലെങ്കിൽ കോർഡിനേറ്ററിന് എന്തോ ഒരു സങ്കടമുണ്ട് മനസ്സിൽ. അതുകൊണ്ട് ചോദിച്ചു, എന്താ വിൻസെന്റ് ചേട്ടാ മുഖത്തിനൊരു സങ്കടം, എന്തു പറ്റി? ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, നിന്നോട് പറയണ്ടെന്നോർത്തിരുന്നതാ, പക്ഷെ നീ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. എൻ്റെ കൊച്ചിനെ ഇന്ന് ഹോസ്റ്റലിലേക്ക് വിടേണ്ട ദിവസമാണ്. ഹോസ്റ്റലിൽ വിടുന്ന ദിവസമായതുകൊണ്ട് ഒരു 4000 രൂപ കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പറ്റില്ല. പോക്കറ്റിൽ കിടപ്പുണ്ട് രാവിലെ അച്ഛൻ തന്ന 4000 രൂപ. ഈശോയാണ് എനിക്ക് വിലപ്പെട്ടതെന്ന് 1000 വട്ടം പറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന മനുഷ്യന് പോക്കറ്റിൽ 4000 ഇട്ടുകൊണ്ട് ചിരിക്കാൻ പറ്റുന്നില്ല, മറുപടി പറയാൻ പറ്റുന്നില്ല, കൗൺസിലിംഗ് നടത്താൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തരാം നിനക്ക് 4000. പോക്കറ്റിൽ നിന്ന് 4000 എടുത്തു കൊടുത്തു. ഇതിന് ശേഷമാണ് ഇദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുക. എനിക്ക് വിവരങ്ങളൊന്നും അറിയില്ല. ശുശ്രൂഷ തുടങ്ങുന്നതിന് മുന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ ഈ ചേട്ടന് വേണ്ടി, ജോണി ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഈശോ കാണിച്ചതാണ് 4000 പോക്കറ്റിൽ വരുന്നതും 4000 തിരിച്ചു പോകുന്നതും. അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ ഈ കഥകളെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ സാരമില്ല ചേട്ടാ, ഈശോ തരൂന്നേ, വിഷമിക്കണ്ട. വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്വരം എനിക്ക് കേൾക്കാൻ പറ്റുകയാണ്. പരിശുദ്ധാത്മ പറയുവാണ്, അദ്ദേഹത്തോട് പറയണം 10 ദിവസത്തിനുള്ളിൽ 10000 രൂപ നിനക്ക് കിട്ടുമെന്ന് പറയണം. ഞാൻ മനുഷ്യനോട് പറഞ്ഞു, 10 ദിവസത്തിനുള്ളിൽ 10000 രൂപ ചേട്ടൻ്റെ അക്കൗണ്ടിൽ വരുമെന്ന കർത്താവിനോട് പറയുന്നത്. ആ മനുഷ്യൻ പറഞ്ഞു, 500 രൂപ മിനിമം ബാലൻസ് മാത്രമേ എൻ്റെ അക്കൗണ്ടിലുള്ളൂ, അത് മോൻ്റെ കയ്യിൽ അതിൻ്റെ ATM കാർഡ് ഒന്നുമില്ല സിസ്റ്ററെ, അവൻ കള്ളം പറയില്ല. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് തോന്നിയതാകും, പക്ഷെ എനിക്ക് ഉറപ്പാ ചേട്ടന് വേണ്ടി സ്വർഗം പ്രവർത്തിച്ചോളും. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ 4 കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചേട്ടൻ്റെ ഫോണുണ്ട്. ഞാൻ തിരിച്ചു വിളിച്ചു. ചേട്ടൻ പറയാ, അത്ഭുതം സംഭവിച്ചിരിക്കുക സിസ്റ്ററെ, അത്ഭുതം. എൻ്റെ ഫോണിലേക്ക് SBI ബാങ്കിൻ്റെ നിന്ന് ഒരു മെസ്സേജ് വന്നു. ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല.
അടുത്തുനിന്ന് ചേട്ടനെ വായിച്ചു കേൾപ്പിച്ചപ്പോൾ ആ ചേട്ടൻ പറയുകയാണ്, നിന്റെ അക്കൗണ്ടിൽ 10,000 ക്രെഡിറ്റഡ് ആയിട്ടുണ്ട് എന്ന്. എങ്ങനെ ക്രെഡിറ്റ് ആയി എന്നറിയോ? അമേരിക്കയിൽ നിന്ന് ഒരു മേരി ചേച്ചി, ഈ മനുഷ്യനറിയില്ല, ഒരു മേരി ചേച്ചിക്ക് ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ അവിടെയുള്ള ഒരു സുവിശേഷ പ്രഘോഷങ്ങളോട് പറഞ്ഞു, ആർക്കേലും കൊടുത്താൽ ഒരു 10,000 രൂപ എനിക്കൊരു അനുഗ്രഹം കിട്ടി. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്കറിയാം പാലായിൽ ഒരു ജോണിയുണ്ട്, ആ ജോണിക്ക് ചിലപ്പോൾ ആവശ്യം കാണും, അവൻ ഇട്ടേക്കാം. പ്രിയപ്പെട്ടവരെ, സർവശക്തൻ നിനക്ക് സ്വർണം വില പിടിച്ച വെള്ളിയുമായി മാറിയിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അവനിൽ ആനന്ദിക്കാൻ തുടങ്ങും. ഈശോയ്ക്ക് ഒരു വിലയിട്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വില കൊടുത്താൽ എനിക്കൊരു വില തരാൻ സ്വർഗം ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, സങ്കടങ്ങളും വേദനകളും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും ഏറെയുള്ളപ്പോൾ കർത്താവെന്തേ അനുഗ്രഹിച്ചില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സ്വകാര്യ ജീവിതത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈശോയെ എത്തിപ്പിടിക്കാൻ എനിക്ക് പറ്റാതെ പോയതാ, കർത്താവ് അനുഗ്രഹിക്കാഞ്ഞിട്ടല്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ആ പരിശുദ്ധിയുടെ കളങ്കം വന്ന മേഖലകളെ പരിശോധിച്ചിട്ട് അപ്പാ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അനുദപിച്ചിട്ട് അവനോട് പറയണം, നീ എനിക്ക് വിലപ്പെട്ടതാ, നീ എനിക്ക് വിലപ്പെട്ടത്, നീ എനിക്ക് സ്വർണത്തേക്കാൾ വലുത്, എൻ്റെ അപ്പനേക്കാൾ, ജീവിത പങ്കാളിയേക്കാൾ, മക്കളേക്കാൾ വലുതെന്ന് പറയുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് അവനിൽ ആനന്ദിക്കാൻ അവസരങ്ങൾ ഒരുക്കാൻ തുടങ്ങും. ഗിദെയോന് ജീവിതത്തിൽ സ്വർഗം ദൈവം വിലപ്പെട്ടതായതുകൊണ്ട് മാളങ്ങൾ ഒളിച്ചിരുന്നില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി ജീവിത സാഹചര്യങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവനെ സന്ദർശിക്കാൻ സ്വർഗം ഇറങ്ങി വന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നപ്പോൾ ഗിദെയോന് മനസ്സിലായി, ഞാൻ ചോദിച്ച കാര്യം എൻ്റെ കർത്താവ് ചെയ്തു, എൻ്റെ കർത്താവ് ചെയ്തു. ഒരനുഗ്രഹം കിട്ടിയപ്പോൾ ഗിദെയോന് ഏറെ ആഗ്രഹമായി. ഒന്നല്ലല്ലോ ഇനി അനുഗ്രഹം വേണ്ടത്, പലത് കിടപ്പുണ്ട്. അവൻ 2 എണ്ണം കൂടി കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീയാണല്ലോ എന്നോട് സംസാരിച്ചത്, നീയല്ലേ ഇവിടെ കാത്തു നിന്നത്, എങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്നോട് ഒരടയാളം ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ആ അടയാളം നീ എനിക്ക് സാധിച്ചു തരണം. തൻ്റെ സ്വന്തം കമ്പിളിപ്പുതപ്പ് അവൻ എടുത്തിട്ട് അവൻ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഈ വയലിൽ ഈ കമ്പിളിപ്പുതപ്പ് ഞാൻ വിരിക്കും. ഈ കമ്പിളിപ്പുതപ്പ് വിരിക്കുമ്പോൾ നിലം മുഴുവൻ മഞ്ഞ് പെയ്യുന്ന രാത്രിയാണ്. ഒരു കാര്യം നീ ചെയ്യണം, നിലത്തൊരിടത്തും മഞ്ഞ് പെയ്യരുത്, പകരം ഈ കമ്പിളിപ്പുതപ്പിൽ മാത്രം മഞ്ഞ് പെയ്യണം. ചുറ്റോട് ചുറ്റും മഞ്ഞ് പെയ്യാൻ പാടില്ല. മനുഷ്യന്റെ രണ്ടാമത്തെ കണ്ടീഷൻ സ്വർഗത്തോട്. ഗിദെയോന് സ്വർഗം വിലപ്പെട്ടതായതുകൊണ്ട് അവൻ കർത്താവിനോട് പറഞ്ഞു, അടയാളം വേണമെന്ന്. അവൻ അടയാളം ചോദിച്ചു. ആ രാത്രിയിൽ കർത്താവ് അപ്രകാരം ചെയ്തു. വചനം എഴുതി വെച്ചിരിക്കുകയാ, അവൻ എഴുന്നേറ്റ് അതിരാവിലെ വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളം എടുത്തു. നിലം മുഴുവൻ ഉണങ്ങി കാണപ്പെട്ടു, കമ്പിളിപ്പുതപ്പ് മാത്രം മഞ്ഞ് നിറഞ്ഞ് നിൽക്കുന്നതായി കാണപ്പെട്ടു. സർവശക്തൻ ചെയ്ത രണ്ടാമത്തെ അത്ഭുതം. എങ്കിലും ഗിദെയോന് വീണ്ടും ആഗ്രഹം, കർത്താവേ, നീ 2 കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു, പോരല്ലോ കർത്താവേ, ഒരെണ്ണം കൂടെ വേണം. നീയാണ് എന്നെ സന്ദർശിച്ചതെന്ന് എനിക്ക് ബോധ്യം കിട്ടാൻ ഒരെണ്ണം കൂടെ വേണം. 2 ഗുണം തൃപ്തനാകാത്ത മനുഷ്യപ്രകൃതിയുള്ള ഗിദെയോൻ മൂന്നാമതൊരു കാര്യം കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. അവനോട് പറഞ്ഞു, കർത്താവേ, ഇന്ന് രാത്രി ഒന്നുകൂടെ പരീക്ഷിക്കാൻ പോകുക. നീ ഉണ്ടെന്ന് എനിക്കറിയാം, നീ എൻ്റെ കൂടെ വന്നെന്ന് പറയാം, നീയാണ് സംസാരിച്ചതെന്ന് പറയാം. ഒന്നുകൂടി പരീക്ഷണം. ഇന്ന് രാത്രിയിൽ ഈ കമ്പിളിപ്പുതപ്പ് ഈ നിലത്ത് വിരിക്കും. നിലത്ത് വിരിക്കുമ്പോൾ ഈ കമ്പിളിപ്പുതപ്പിൽ മാത്രം ഇന്ന് മഞ്ഞ് പെയ്യരുത്, ചുറ്റോട് ചുറ്റും മഞ്ഞ് പെയ്യണം. സ്നേഹമുള്ള മക്കൾ അപ്പൻ്റെ മടിയിൽ കയറി എന്നിട്ട് പറയും, അപ്പാ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ചേ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ചിരിച്ചേ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കൈകൊട്ടിക്കേ. കൊച്ചു കുഞ്ഞുങ്ങൾ മടിയിൽ കയറിയിരുന്ന് ആവശ്യപ്പെടുമ്പോൾ സ്നേഹമുള്ള അപ്പന്മാർ അത് ചെയ്തു കൊടുക്കും. ഇവിടെ ഗിദെയോൻ യേശു ദൈവത്തോട് തൻ്റെ അപ്പനായി കണ്ടിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി ഇതിവിടെ വിരിക്കുമ്പോൾ നീ ഒരു കാര്യം ചെയ്തോണം, ഈ കമ്പിളിപ്പുതപ്പിൽ മഞ്ഞ് വീഴരുത്, ചുറ്റോട് ചുറ്റും മഞ്ഞ് വീഴണം. മൂന്നാമത്തെ അടയാളം വചനം എഴുതി വെച്ചിരിക്കുകയാ. അന്ന് രാത്രിയിൽ കർത്താവ് അതുപോലെ ചെയ്തു. വസ്ത്രമുണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞും ഇരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഈ രാത്രിയിൽ നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഞാനും നിങ്ങളും കാത്തിരിക്കുന്ന ഈ ദിവസം എനിക്കും നിങ്ങൾക്കും വേണ്ടി അധ്വാനിക്കുന്ന സ്വർഗത്തിന്റെ മുമ്പിലാണെന്ന് മറന്നു പോകരുത്.
മറന്നു പോകാതെ ഈ രാത്രി ഇവിടെ ഇരുന്ന് അവനോട് പ്രാർത്ഥിച്ചാൽ ഈ രാത്രിയിൽ അടയാളമായി സ്വർഗം ഇറങ്ങി വരും. കണ്ടീഷൻ ചോദിക്കണം. കുറവുകൾക്കിടയിൽ ഇറങ്ങി വന്ന് ഈശോ സംസാരിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒത്തിരി ചോദിക്കണം, ഒരുപാട് ചോദിക്കണം. എനിക്കതൊക്കെ വലിയ ബോധ്യങ്ങളാ, അറിവോ പാണ്ഡിത്യമൊന്നുമല്ല. സ്വർഗം ചെയ്യുന്ന വലിയ അടയാളങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്ത് പറയണമെന്നറിയില്ല. ദൈവശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒരിക്കൽ പത്തനംതിട്ട രൂപത നിനിവേ കൺവെൻഷന് 3 ദിവസത്തെ കൺവെൻഷൻ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കൺവെൻഷൻ ഉണ്ട്. 8 തൊട്ട് 3:30 വരെ 3 ദിവസത്തെ കൺവെൻഷന്. 1-ാം ദിവസം ഞാൻ ചെന്ന് ധ്യാനം തുടങ്ങി, അറിയാവുന്ന വചനമൊക്കെ പറഞ്ഞു വെച്ചു. 2-ാം ദിവസം പറയാൻ എനിക്ക് ഒന്നുമില്ല. എക്യുമെനിക്കൽ കൺവെൻഷൻ, കുറെ അധികം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു കൺവെൻഷൻ. എന്ത് പറയണമെന്നറിയില്ലാതെ രാത്രി ഇങ്ങനെ ഉറക്കളച്ചിരിക്കുകയാണ് ഞാൻ. കർത്താവേ, എന്താ പറയേണ്ടത്? ഈ ജനത്തോട് എന്ത് സംസാരിക്കണം? ആ രാത്രിയിൽ ഈശോ എനിക്ക് തന്ന വചനമാ നിങ്ങളോട് ഞാൻ പങ്കുവെച്ചത്. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തെയല്ലാതെ മറ്റൊരു ദൈവത്തെ പറ്റി ഞാൻ കണ്ടിട്ടില്ല. കർത്താവ് വചനം തന്നിട്ട് പറഞ്ഞു, നീ കുറേ അധികം വചനം എഴുതിയെടുത്തു, ഞാൻ അധ്വാനിച്ചോളാം. സമാധാനത്തോടെ രാവിലെ എഴുന്നേറ്റ് ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ കർത്താവ് എൻ്റെ കാതുകളിൽ മന്ത്രിച്ചു, ഈ ദിവസം എൻ്റെ ദിവസമാണ്. അവകാശപ്പെടാൻ നമുക്കൊന്നുമില്ല. ഓരോ ദിവസവും സ്വർഗത്തിന്റെ ദിവസമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ചെയ്ത വൻ അത്ഭുതം എൻ്റെ കണ്ണുകൊണ്ട് 2019 ഫെബ്രുവരി മാസം 11-ാം തീയതി പത്തനംതിട്ട ചന്ദനപ്പള്ളി പള്ളിയിൽ ഞാൻ കണ്ട അടയാളമാ നിങ്ങളോട് ഞാൻ പറയുക. അവിടെ ചെന്ന് വചനം പറയാൻ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. എനിക്കറിയാവുന്ന ഒരു സങ്കീർത്തനം തുറന്നു വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പറയുക, ഇത് സ്വർഗത്തിന്റെ ദിവസമല്ലേ, സ്വർഗം പ്രവർത്തിച്ചോളും. എഴുന്നേറ്റ് നിന്ന് അവരോട് സ്തുതിക്കാൻ പറയാൻ. അവർ എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ഞാൻ പറഞ്ഞതൊന്നും എനിക്കറിയില്ല. അതിൽ പിന്നെ അങ്ങനെ ശുശ്രൂഷ ഞാൻ ചെയ്തിട്ടുമില്ല. ഞാൻ കുറേ അധികം സന്ദേശങ്ങൾ പറഞ്ഞതിൽ വ്യക്തമായ ഒരു സന്ദേശമുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഈ ഇടവകയിൽ കർത്താവിനെ കൊണ്ട് പറയിപ്പിക്കുക. ഈ ഇടവകയിൽ 40 വയസ്സുള്ള ഒരു സ്ത്രീ തളർന്നു കിടക്കുകയാ. തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നട്ടല് തകർന്നൊരു സ്ത്രീ ഇവിടെ കിടപ്പുണ്ട്. ആ സ്ത്രീയെ യേശു എഴുന്നേൽപ്പിക്കുന്നു. ഞാൻ പോലും അറിയാത്തത് ഞാൻ പറഞ്ഞെങ്കിൽ വചനം കേട്ടുകൊണ്ട് ഏറ്റവും മുമ്പിൽ അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ ഭർത്താവും 2 മക്കളും ഇരിപ്പുണ്ട്. ധ്യാനം കഴിഞ്ഞ് ഈ ഭർത്താവും മക്കളും എത്തും മുമ്പ് ഒരു ചേച്ചി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നെ ഇന്ന് തൊടുമെന്നാ പറഞ്ഞിരിക്കുന്നേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. ആ സ്ത്രീ കിടപ്പിൽ കിടക്കുകയാ. ആ സ്ത്രീ തല മാത്രം ഉയർത്തിയിട്ട് പറഞ്ഞു, ഈശോയെ, അത് ഞാനായിരിക്കണേ. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, പിറ്റേ ദിവസം രാവിലെ ഞാൻ 8:30 പള്ളിയിലേക്ക് വരുമ്പോൾ 7:30 പള്ളിയിലെ ബെഞ്ചിന്റെ ഏറ്റവും മുമ്പിൽ ചുരിദാറിട്ട് 40 വയസ്സുകാരി ആ സ്ത്രീ ഇരിപ്പുണ്ട്. കണ്ണ് മുഴുവൻ ചുമന്ന് കലങ്ങി കരഞ്ഞ കണ്ണുകളുമായിരുന്നിട്ട് എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആൻമരിയ സിസ്റ്ററെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ എൻ്റെ ഈശോ എൻ്റെ മുറിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം ഞാൻ ഇരുന്നിട്ടില്ല, നടക്കാൻ എനിക്ക് കൊതിയായിരുന്നു. എൻ്റെ ഈശോ എന്നെ സൗഖ്യപ്പെടുത്തിയെന്ന്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, എൻ്റെ ഈശോ ആ ദിവസം ചെയ്ത അത്ഭുതങ്ങൾ ചെറുതല്ല, വലുത് വൻ കാര്യങ്ങൾ, കണ്ണ് കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ഈശോ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഈ രാത്രിയിൽ ഞാൻ പങ്കുവെക്കുകയാ, ഞാൻ യേശു എനിക്കും നിങ്ങൾക്കും വലുതായി തീരാൻ തുടങ്ങുമ്പോൾ, സർവശക്തൻ എനിക്ക് വലുതായി തീരുമ്പോൾ, ഗിദെയോനെ പോലെ യേശു എനിക്ക് വലുതായി തീരുമ്പോൾ, ഞാൻ ഈ രാത്രി ഇരുന്നു കൊണ്ട് അവനോട് എന്ത് ചോദിച്ചാലും അത് അവൻ തന്നിരിക്കും. എനിക്ക് വേണ്ടി ഇറങ്ങി എൻ്റെ കർത്താവ് അധ്വാനിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവിലല്ല ദൈവം പ്രവർത്തിക്കുക. ചങ്കു നിറയെ സ്നേഹമുണ്ടോ, ആ സ്നേഹം എടുത്ത് അവനങ്ങ് കൊടുത്തു. ആ സ്നേഹം കൊടുത്തിട്ട് പറയണം, ഈ രാത്രിയിൽ സ്നേഹം നിറച്ച ചങ്കുമായി ഇവിടെ ഇരിപ്പുണ്ട്. നീയാണ് എനിക്ക് വലുത്, നീയല്ലാതെ മറ്റാരും എനിക്ക് വലുതല്ല. ജീവിത പങ്കാളി വലുതല്ല, മക്കള് വലുതല്ല, യേശു എനിക്ക് വലുത്. യേശുവിനെ ഉയർത്തുമ്പോൾ ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തെ യേശു ഉയർത്തിയിരിക്കും. മക്കളെ, ഗിദെയോനെ പോലെ അടയാളങ്ങൾ ചോദിക്കാൻ സ്വർഗം തന്ന രാത്രിയാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവിനോട് ഇപ്രകാരം കൂടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ധ്യാനം തുടങ്ങിയ സമയത്ത് ഞാൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ആകാശം ചായിച്ചിങ്ങോട്ട് ഇറങ്ങി വരണം, എന്നെ സ്പർശിക്കണം. പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? പറ്റുമെങ്കിലും ഒന്ന് പറഞ്ഞേ, കർത്താവേ, ആകാശം ചായിച്ച്
ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, എന്നെ സ്പർശിക്കണമേ. എന്നെ മനം സ്പർശിക്കണമേ. തുറന്നു പറഞ്ഞു, കർത്താവേ, കർത്താവേ, ആകാശം ചായിച്ച് ആകാശം ചായിച്ച് ഇറങ്ങി വരണമേ, ഇറങ്ങി വരണമേ, എന്നെ സ്പർശിക്കണമേ. എന്നെ സ്പർശിക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഇപ്രകാരം കർത്താവിനോട് ദൈവജനം പ്രാർത്ഥിച്ചു. സങ്കീർത്തകൻ ഇതേ പ്രാർത്ഥന നടത്തും. 144 സങ്കീർത്തനം 5-ാമത്തെ വചനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ ആകാശം ചായിച്ചിറങ്ങി വരണം, പർവ്വതങ്ങളെല്ലാം പുകയണം. കാരണം സങ്കീർത്തകൻ ആഗ്രഹമാണ് സ്വർഗം ഇറങ്ങി വരുമ്പോൾ അടയാളങ്ങൾ കാണാൻ കൊതിയാണ് സങ്കീർത്തകൻ. അതുകൊണ്ട് സങ്കീർത്തകൻ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ ആകാശം ചായിച്ചിറങ്ങി വരണം, ഈ പർവ്വതത്തെ സ്പർശിക്കണം, അവ പുകയട്ടെ. മാറ്റമില്ലാത്ത ഉറപ്പുള്ള ഹിമാലയ പർവ്വതത്തെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഇടിച്ചു തകർക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ദൈവം ഇറങ്ങി വരുമ്പോൾ ആ പർവ്വതം പുകയുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. അപ്പോൾ മാറ്റമില്ലാത്ത എൻ്റെ ജീവിതത്തിൽ സ്വർഗം ഇറങ്ങി വരുമ്പോൾ ഒരു മാറ്റം ഈ രാത്രിയിൽ വരും. തുറക്കപ്പെടാത്ത അടഞ്ഞുപോയ വന്യമായ ഉദരങ്ങൾ ഈ രാത്രിയിൽ സ്വർഗം തുറക്കും. ചർമ്മം തന്ന കർത്താവ്, അഴുകിപ്പോകുന്ന അലർജിയുള്ള ചർമ്മമാണ് നിനക്കുള്ളതെങ്കിൽ ഈ രാത്രിയിൽ സൗഖ്യമായി വരും. ബലക്ഷയമായ നിന്റെ ഞരമ്പുകളുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അവൻ പൂർത്തിയാക്കാൻ പോവുകയാ, അവൻ തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാ, നിന്നെ മെരുക്കിയെടുക്കാൻ പോവുകയാ, നിന്നെ റീബിൽഡ് ചെയ്യാൻ പോവുകയാ. ആ ദൈവം വന്നാൽ അസാധ്യങ്ങളൊക്കെ സാധ്യമാകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഒരു മിനിറ്റ് യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഈ രാത്രിയിൽ യേശു നമ്മെ സന്ദർശിക്കാൻ പോകുന്ന ദിവ്യകാരണ ആരാധനയ്ക്ക് ഒരുക്കമായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം സങ്കീർത്തകനെ പോലെ ഞാനും നിങ്ങളും പറയാൻ പോവുകയാ, കർത്താവെ, അങ്ങയുടെ പക്കലേക്ക് എൻ്റെ കരങ്ങൾ ഞാൻ വിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ വിരിക്കണം ഈ രാത്രി. കരങ്ങൾ വിരിക്കുമ്പോൾ ഈ ശരീരത്തിന്റെ ഭാഗമാണ് കരം. അതുകൊണ്ട് ശരീരം നീ യേശുവിന്റെ പക്കലേക്ക് ഉയർത്താൻ പോവുകയാണ്. നിന്റെ ശരീരത്തിൽ പാപവാസനകളും ചാച്ചലുകളും ജഡമായ അസക്തികളും ഒക്കെ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ കർത്താവ് ശരീരത്തിന്റെ മേൽ ഒരഭിഷേകം തരാൻ പോവുകയാണ്. നിന്റെ ശരീരം തകർന്ന രോഗാവസ്ഥയിലാണെങ്കിൽ ഈ രാത്രിയിൽ കരങ്ങൾ വിരിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വരും. സങ്കീർത്തകൻ പറയും, കർത്താവേ, ഉണങ്ങി വരണ്ട് കിടക്കുന്ന നിലം പോലെ എന്റെ ഹൃദയം നിനക്ക് വേണ്ടി അർപ്പിക്കുന്നു. കിട്ടിയിട്ടില്ല കർത്താവേ നിന്നെ എന്ന് പറയണം മക്കളെ. ഒന്നുമായിട്ടില്ല, ദൈവാനുഭവം ഒന്നുമായിട്ടില്ല, ഈശോയെ മതിയായിട്ടില്ല. ദാഹിക്കും നിങ്ങള്, യേശുവിന് 1-ാം സ്ഥാനം കൊടുക്ക്. മതിയായിട്ടില്ല ഈശോയെ, എൻ്റെ കുടുംബത്തിൽ നിന്നെ മതിയായിട്ടില്ല, എനിക്ക് നിന്നെ മതിയായിട്ടില്ല, നിന്റെ സ്നേഹം മതിയായിട്ടില്ല. ഉണങ്ങി വരണ്ടു പോയ നിലം പോലെ ദൈവത്തിന് വേണ്ടി ഈ രാത്രി ദാഹിക്കണം. ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു രാത്രിയാണിത്. വീണ്ടും സങ്കീർത്തനം 141:8 പറയും, കർത്താവേ, അങ്ങയുടെ പക്കലേക്ക് എൻ്റെ കണ്ണുകളെ ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ യേശുവിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുമ്പോൾ നിനക്ക് സ്വർഗം ഒരു കൃപ തരും. മങ്ങിപ്പോയ കാഴ്ച തരുന്ന കൃപ മാത്രമല്ല, ജീവിതത്തിന്റെ വേദനകൾക്ക് നടുവിൽ പതറാതെ കുരിശിനെ നോക്കി ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യാൻ ദൈവീക കാഴ്ചപ്പാട് ഈ രാത്രിയിൽ സ്വർഗം തരാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കൾ, കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിക്കും, ഹൃദയം ഉയർത്തിക്കൂ. ഹൃദയത്തിൽ ദൈവ സാന്നിധ്യം, ദൈവ സ്നേഹം നിറയണം. ശരീരത്തിൽ ദൈവാനുഭവം നിറയണം. കണ്ണുകളിൽ ഈശോയെ കാണണം, കുരിശിലെ ഈശോയെ കാണണം. സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. എല്ലാ മക്കളും ചങ്കം നിറയെ സ്നേഹം ചേർത്ത് വെച്ച് മനം തുറന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. ഈശോ ഈശോ ഈശോ, ഞങ്ങളെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്ക്. കർത്താവേ, സ്വർഗം തുറന്നിറങ്ങി വരണമേ അപ്പാ, അഭിഷേകത്തിന്റെ ശക്തി നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. എല്ലാ മേഖലകളെ സമർപ്പിച്ച്, ശരീരം, ഹൃദയം, ആസക്തികളോ ബുദ്ധിമുട്ടുകളോ ഭാരങ്ങളെല്ലാം സമർപ്പിച്ച മക്കളെ സ്വരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ 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 ഈശോ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ, നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.